പ്രതികരിച്ചതിന് എൻ ഹരിദാസ് ബി.ജെ.പി. നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ഹരിദാസ്, ഇതിൽ 10 പ്രതികളിൽ 9 പേരും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നു. ഒരു പ്രതി നാഗത്താൻകോട്ട പ്രകാശനെ വെറുതെ വിടുകയും ചെയ്യുന്നു. ഇതിൽ ഭാഗമായിട്ടുള്ളവർ, അതായത് ഈ കുറ്റകൃത്യത്തിൽ ഭാഗമായിട്ടുള്ള എല്ലാവരും ശിക്ഷിക്കപ്പെടും എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ടോ? 100% ശിക്ഷിക്കപ്പെടേണ്ട വിധിയാണിത്. കാരണം എന്താണെന്ന് ഈ കൊലപാതകം നടന്നത് ഒരു മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച ഒരു കൊലപാതകമാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചു, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ള ദുരനുഭവത്തിന്റെ ഫലമായിട്ട് ആ പ്രസ്ഥാനത്തോട് വിട പറഞ്ഞ് മറ്റൊരു പ്രസ്ഥാനത്ത് ചേർന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. അല്ലാണ്ട് സൂറജ് ഏതെങ്കിലും ഇതിന്റെ കേസിലെ പ്രതിയല്ല. സൂറജ് ഏതെങ്കിലും ഒരാളെ ആക്രമിക്കാൻ കൊടുത്ത് പോയതിൽ കേസില്ല, പ്രതിയല്ല. ഏതെങ്കിലും ഒരു CPM പ്രവർത്തകനെതിരായിട്ട് BJP-യിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു വ്യാജ ആരോപണം പോലും ഉന്നയിച്ച ഒരു കേസ് പോലും സൂറജിനെതിരായിട്ടില്ല. സൂറജിനെ തികച്ചും നിഷ്ഠൂരമായ കൊലപാതകം സൂറജിനെതിരെ നടത്തിയിട്ടുള്ളത് അത് രാഷ്ട്രീയ പ്രേരിതമായ കൊലപാതകം. അത് CPM-ന്റെ അറിവോട് കൂടിയിട്ടാണ്, ജില്ലാ നേതൃത്വത്തിന്റെ അറിവോട് കൂടിയിട്ട്. അതൊന്നും തെളിയിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. പക്ഷേ വലിയൊരു ഗൂഢാലോചന അതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച നിരവധി CPM-ന്റെ നേതാക്കന്മാർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവരൊക്കെ ഇതിൽ പ്രതിസ്ഥാനത്ത് വന്നിട്ടില്ല. അത് പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവരെയൊക്കെ എന്താ പറയണ്ട, പോലീസിന്റെ നയപരമായ സമീപനം കൊണ്ട് പോലീസ് അവരെയൊക്കെ ഒഴിവാക്കിയതാണ്. പക്ഷേ ഇതിൽ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന 10 പേരും ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. കാരണം അവർക്ക് ജീവിക്കാൻ അർഹതയില്ലാത്ത ആളുകളാണ് ഈ സമൂഹത്തിൽ. അത്തരമായ നിഷ്ഠൂരമായ കൊലപാതകമാണ് സൂറജിന്റെ കൊലപാതകം. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമാണ്. ആ കൊലപാതകത്തിൽ ഇങ്ങനെ ഒരു വിധി കിട്ടി വന്നിട്ടുള്ളത് ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ച രീതിയിലുള്ള വിധി തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരാളെ, അതായത് പ്രകാശനെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞോളൂ. അതെ, പ്രകാശൻ എന്ന് പറയുന്ന ആളും കൂടി ഇൻവോൾവ് ആണ്. എന്തിന്റെ സാഹചര്യത്തിലാണ് വിട്ടതെന്ന് നിങ്ങൾക്ക് അത് വിധിപ്പകർപ്പ് കിട്ടിയാലേ മനസ്സിലാവും. കാരണം ഏത് സാഹചര്യത്തിലാണ് പ്രകാശനെ വിട്ടിട്ടുള്ളതെന്ന് അറിയില്ല. നിയമപരമായ പോരാട്ടം ഞങ്ങൾ നയിക്കും. കാരണം പ്രകാശനം അടക്കമുള്ള ആളുകൾ ഈ സമൂഹത്തില് അത്രയധികം ക്രൂരകൃത്യം ചെയ്ത ആളുകളാണ്. ആ ക്രൂരകൃത്യം ചെയ്ത ആളുകൾ നിയമത്തിന് മുമ്പിൽ ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. ആ ശിക്ഷ 9 പേർക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷെ പ്രകാശനും കൂടി അതിൽ ഉൾപ്പെടുന്ന ആള് തന്നെയാണ്. പ്രകാശന് പുറമെ CPM-ന്റെ സമുന്നതരായ നേതാക്കന്മാർ കണ്ണൂരില് ഇദ്ദേഹം രാഷ്ട്രീയം മാറിയതിന്റെ പകപോക്കാൻ ഇത്തരം ആളുകളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൊലപാതകങ്ങൾ എന്ന് പറയുന്ന ആളുകളെ ഉപയോഗപ്പെടുത്തിയ സമൂഹത്തിലെ CPM-ന്റെ സമുന്നതരായ നേതാക്കന്മാരാണ്. അവർ ഈ പ്രതിപ്പട്ടികയിൽ വന്നിട്ടില്ല. അവരൊക്കെ ഇതിന്റെ ഭാഗമാണ്. പക്ഷെ എന്നിരുന്നാലും ഈ വിധി വളരെ സ്വാഗതാർഹമാണ്. വളരെ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് വന്നിട്ടുള്ളത്. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. 19 വർഷങ്ങൾക്ക് ശേഷം ഉള്ള ഒരു വിധി പ്രസ്താവം. ഒരുപക്ഷെ 1-2 മാസം കൂടി പിന്നിട്ടാൽ 20 വർഷം ആകുന്ന സാഹചര്യം. 2005 ഓഗസ്റ്റിൽ ആണ് ഇങ്ങനെയൊരു കുറ്റകൃത്യം നടന്നത്. 2005 നടന്ന ഒരു കൊലക്കുറ്റത്തിന് ഇത്രയും നാളുകൾക്ക് ശേഷം 19 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന വിധി പ്രസ്താവമാണ്. അതിൽ പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രോസിക്യൂഷന്റെയും ഒപ്പം പ്രതിഭാഗം അഭിഭാഷകന്റെയും പ്രതികരണങ്ങളിലേക്ക്. 2 മുതൽ ഒന്നാം പ്രതി മരണപ്പെട്ടു. 2 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 143, 147, 148, 302 കൂടാതെ 120B എന്നിവയും ആംസ് ആക്ട് പ്രകാരമുള്ള കുറ്റമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ 7 മുതൽ 7, 8, 9 പ്രതികൾക്കെതിരെ ഈ കേസിൽ കൊലപാതകത്തിനുള്ള ഗൂഢാലോചന കുറ്റമാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. വിധിന്യായം തിങ്കളാഴ്ച കിട്ടും. വിധിന്യായം സ്വർണ്ണം വെള്ളി